ഡീസ് കുക്കിങ്ങിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതും ഒരുപാട് ടേസ്റ്റിയുമായിട്ടുള്ള നല്ലൊരു വെജിറ്റബിൾ കുറുമയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെജിറ്റബിൾ വൈറ്റ് കുറുമ. ഇത് ദോശയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. പക്ഷേ അതിനു മുമ്പായി എന്നും പറയുന്നത് പോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഈ കുറുമ ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഒരു കുക്കർ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഒരു സവാള നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ വലിയൊരു സവാളയാണ് എടുത്തിരുന്നത്, അത് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എന്നിട്ട് ഈ സവാള ഒന്ന് കളറ് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. നല്ലോണം ബ്രൗൺ ആവേണ്ട കാര്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതി. ഇപ്പോൾ ചെറുതായി ഒന്ന് കളറ് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. നമ്മുടെ കുറുമയ്ക്ക് ചെറിയൊരു പുളിപ്പ് രസം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് എടുത്തിരുന്നത്. ഇതിങ്ങനെ ക്യൂബ്സായി ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ്. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ക്യൂബ്സായി കട്ട് ചെയ്ത് വെച്ച 2 മീഡിയം സൈസ് ക്യാരറ്റാണ്. 12 ബീൻസ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായി ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് കോളിഫ്ലവർ ആണ്. ഇത് ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഭാഗമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് കുറച്ച് നേരത്തേക്ക്, അതൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചതാണ്. അവസാനമായി ഒരു ബോൾ ഗ്രീൻ പീസ് കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും ആയാൽ കുറുമയ്ക്കുള്ള പച്ചക്കറികളൊക്കെ ആയി. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ കഷ്ണങ്ങളൊക്കെ വേവാനുള്ള വെള്ളം നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വെന്ത് വരുന്ന പച്ചക്കറികളായതുകൊണ്ട് ഒരു വിസിൽ തന്നെ മതിയാവും. എങ്കിലും നിങ്ങൾ എടുക്കുന്ന കുക്കറിൻ്റെയും നിങ്ങൾ വെച്ചു കൊടുക്കുന്ന ഫ്ലെയിമിൻ്റെയും ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഒരു വിസിൽ കൊടുത്തതിന് ശേഷം വെന്തിട്ടില്ലെങ്കിൽ മാത്രം അതിനനുസരിച്ച് നിങ്ങൾ വേവിച്ചെടുക്കുക. ഈ കഷ്ണങ്ങൾ വെന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഈ കറിക്ക് വേണ്ട ഒരു അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ വേണ്ടത് കുറച്ച് തേങ്ങ ചിരകിയതാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി എരിവിനായി ഞാനിവിടെ 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ്. നമ്മളിതിലേക്ക് എരിവിനായി പകരം മുളക് പൊടിയോ വറ്റൽ മുളകോ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നല്ല എരിവുള്ള പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രമിക്കണം. എരിവില്ലാത്ത പച്ചമുളകാണെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്തുക. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും 10-12 അല്ലി വെളുത്തുള്ളിയും കൂടിയാണ്. ഇനി ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗരം മസാലകളാണ്. ഞാനിവിടെ 3 ഏലയ്ക്ക, ഒരു വലിയ കഷ്ണം പട്ട, ഒരു 4 കരയാമ്പൂ എടുത്തിട്ടുണ്ട്. അതിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ പൊട്ടുകടല ഇട്ട് കൊടുക്കാം. ഇത് കടലപ്പരിപ്പല്ല, പൊട്ടുകടലയാണ്, പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൊട്ടുകടല ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കുറുമയ്ക്ക് നല്ലൊരു ടേസ്റ്റും നല്ലൊരു തിക്നെസ്സും കിട്ടുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം.
പിന്നെ ഞാൻ അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ പോപ്പി സീഡ്സ് അഥവാ കസ്കസ് കൂടിയാണ്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അരച്ചെടുക്കാൻ പാകത്തിനുള്ള വെള്ളം നമുക്ക് ഈ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഫൈനായിട്ടൊന്ന് അരച്ചെടുത്ത് കൊണ്ടുവരാം. ഇപ്പോൾ തേങ്ങ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് കഷ്ണങ്ങൾ വെന്തോ എന്ന് നോക്കാം. ഒരു വിസിൽ വന്നതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എല്ലാ പച്ചക്കറികളും നന്നായി വെന്തിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോവാതെ നല്ല കറക്റ്റായിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചിരുന്ന തേങ്ങയുടെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങയുടെ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്താൽ ഈ കുറുമയ്ക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ കറി ഇരിക്കും തോറും, അതായത് ഒന്ന് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് തിക്കാവുന്നതാണ്. അപ്പോൾ അതും കൂടി നോക്കിയിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതുപോലെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഈ കറി ഒരുപാടിട്ട് തിളപ്പിക്കരുത്, ചെറുതായി ഒന്ന് തിള വന്നാൽ മാത്രം മതിയാവും. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് പോരെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഈ കറി ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പിലയും അതുപോലെ തന്നെ കുറച്ചധികം മല്ലിയില കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. അപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി തൂവി കൊടുക്കുമ്പോൾ നമ്മുടെ കറിക്കൊരു പ്രത്യേക മണമാണ് ഉണ്ടാവുക. അപ്പോൾ ഇതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി. കഷ്ണങ്ങളൊക്കെ മുറിച്ചെടുത്ത് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ഈ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കറി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഈ കുറുമ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് ഫീഡ്ബാക്കും അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഈ ചാനൽ ഇതേവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോവുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഡീസ് കുക്കിംഗ്.